ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ ധന്യമകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സാക്ഷിയായി വീണ്ടും ഒരു പ്രഭാതം കൂടെ തിരുപാദപീഠത്തിലേക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന എല്ലാ നല്ല സാവകാശങ്ങൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിന്റെ താഴ്ചകളിൽ നമ്മെ ഓർത്ത കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മെ ഓർത്ത കർത്താവ്, ആ കർത്താവിന്റെ പാദപീഠത്തിലാണ് അല്ലെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ 14 ദിവസം പിന്നിട്ടിരിക്കുന്നു. ആമേൻ. സർവശക്തനായ ദൈവം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് വീണ്ടും നിങ്ങളുടെ നമ്മെ കൂട്ടായ പ്രാർത്ഥന ഞാൻ ചോദിച്ചു വിടുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നാം ഇന്ന് വായിച്ചു കേട്ട 123 സങ്കീർത്തനം, അതിന്റെ 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നത്, സ്വർഗത്തിൽ വസിക്കുന്ന നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ഇന്ന് പകൽ ആമേൻ ഞാൻ പറയും, കണ്ണുയർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് ഒന്ന് തിരിയണം. ആമേൻ. അങ്ങനെ നാം തിരിയുമ്പോൾ ആമേൻ നിശ്ചയമായ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇന്ന് പകൽ നാം വായിച്ചു കേട്ട വേദഭാഗ ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. വളരെ ഭയഭക്തിപൂർവ്വം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കണമേ എന്ന ദൈവനാമത്തിലെ ശുശ്രൂഷ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ 1-2 വാക്യങ്ങൾ. അപ്പൊ നോക്കുക, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുമ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അവേ കരുണയ്ക്കായി ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന ഒരു വേദഭാഗമാണ് 123 സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങളിൽ നാം കാണുന്നത്. എന്നാൽ 123 സങ്കീർത്തനം ഒരു യാത്രാഗീതമാണ്. യെരൂശലേമിലേക്ക് ആരാധനയ്ക്കായി പോകുന്നവർ പാടിയിരുന്ന ഗാനങ്ങളായിട്ടാണ് ഈ 103 സങ്കീർത്തനം ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. എന്നാൽ ജീവിതത്തിൽ പലപ്പോഴും നാം അവഹേളനങ്ങൾ നേരിടുന്നു, നിരാശയോടെ കടന്നു പോകുന്നു, മനുഷ്യരിൽ നിന്ന് സഹായം ലഭിക്കാതെ വരുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകിയതായി തോന്നുന്നു. എന്നാൽ അത്തരം സമയങ്ങളിൽ ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യനിലേക്കല്ല, ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയരണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞത്, ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, ഇത്യാദി പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ ദൈവഭക്തരായ മനുഷ്യർ അവന്റെ മുഖത്തേക്ക്, അവന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കണ്ണും ദൈവം ഉയർത്തണം. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോ മനുഷ്യനിലേക്കല്ല നീ നോക്കേണ്ടത്. നിന്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോ നീ മനുഷ്യന്റെ പ്രതാപത്തിലേക്കല്ല നോക്കേണ്ടത്, അത്യുന്നതനായവനിലേക്ക് നിന്റെ കണ്ണു ഉയർത്തണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകലിൽ എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, ആമേൻ, അവന്റെ മുഖം നമ്മളിലേക്ക് തിരിയുവോളം, നമ്മെ ഒന്ന് നോക്കുവോളം അവന്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണ് തേണം, ഉയർത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യണം? ഉയർത്തണം. 1-ാം വാക്യം. അപ്പൊ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, ഞാൻ എന്റെ കണ്ണ് നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? ഉയർത്തുന്നു. ആമേൻ. അവിടെ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്, സങ്കീർത്തനക്കാരൻ പ്രശ്നങ്ങളെ നോക്കുന്നില്ല, അവൻ ശത്രുക്കളെ നോക്കുന്നില്ല, പരിഹാരങ്ങളെ തേടി അവൻ ഓടുന്നില്ല, അവൻ ആദ്യം ദൈവത്തെ നോക്കുകയാണ്. ഇന്ന് പകൽ
ആമേൻ ഇരിക്കുന്ന പ്രിയ ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, പ്രിയ മാതാവേ, പ്രിയ സഹോദര, നിന്നോട് എനിക്ക് പറയുവാനുള്ളത്, ആമേൻ ദൈവത്തിങ്കിലേക്ക് ഒന്ന് നോക്കുവാൻ നീ ഇന്ന് പകൽ തയ്യാറാകണം. ആമേൻ മനുഷ്യന്റെ പ്രതാപത്തെക്കാൾ, ആമേൻ സമ്പദ് വ്യവസ്ഥയേക്കാൾ, സ്റ്റാറ്റസിനേക്കാൾ, എന്തിന് സമുദായ ശക്തികളെക്കാൾ, രാഷ്ട്രീയ ശക്തികളെക്കാൾ, രാഷ്ട്രീയ നേതാക്കന്മാരെക്കാൾ അത്യന്തപരമായി നീ ദൈവത്തേക്കൊന്ന് നോക്കുവാൻ ആദ്യം നീ തയ്യാറായ, അവൻ പ്രശ്നങ്ങൾ നിരന്തരം അവൻ നോക്കുമ്പോൾ അവൻ ഭയം വർദ്ധിക്കും. എന്നാൽ ദൈവത്തെ നോക്കുന്നവന്റെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കും. നീ ലോകത്തെ നോക്കുമ്പോ അവൻ നിന്റെ ജീവിതത്തിൽ എന്തുണ്ടാകും? ഭയം വർദ്ധിക്കും. എന്നാൽ നീ വിശ്വാസത്തോടെ കർത്താവിലേക്ക് ഒന്ന് നോക്കുവാൻ തയ്യാറായാൽ നിന്നെ വിളിച്ചിറക്കിയ ഒരു ദൈവം അവൻ നിന്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നത് നിന്റെ ആത്മ കണ്ടുകൊണ്ട് കാണുവാൻ കഴിയുമെന്ന് ഇന്ന് പകൽ ഞാൻ അടിവരയിട്ട് പ്രഖ്യാപിക്കുക. നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തെ നിനക്ക് ഇന്ന് പകൽ കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഇന്ന് പകൽ നീ തയ്യാറായാൽ അവൻ നിന്റെ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു ദൈവിക ദിവസമായി ഈ ദിവസം മാറാൻ പോകുക. അപ്പോ അവൻ ശത്രുക്കളെ നോക്കാതെ, പ്രശ്നങ്ങളെ നോക്കാതെ, പരിഹാരങ്ങൾ തേടി ഓടാതെ അവൻ ദൈവത്തെ നോക്കുവാൻ സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യാം. പ്രശ്നങ്ങൾ നിരന്തരം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? ഭയം വർദ്ധിക്കും. എന്നാൽ ദൈവത്തെ നോക്കുന്നവന്റെ ഉള്ളിൽ എന്തുണ്ടാകും? വിശ്വാസം വർദ്ധിക്കും. പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കണം. നീ ദൈവത്തെ നോക്കുവാൻ എന്ന പകൽ മനസ്സ് വെക്കണം. നീ ദൈവത്തെ നോക്കുവാൻ മനസ്സ് വെച്ചാൽ നിന്റെ ജീവിതത്തിൽ ദൈവമായുള്ള ബന്ധത്തിൽ വിശ്വാസം വർദ്ധിക്കും. ഉദാഹരണം, യേശു പത്രോസിനെ നോക്കിയപ്പോൾ വെള്ളത്തിന്മേൽ നടക്കുന്ന ഒരു യേശുവിനെ പത്രോസ് കണ്ടു. കാറ്റും തിരകളും നോക്കിയപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? മുങ്ങി തുടങ്ങി. അവൻ കണ്ടത് എങ്ങാറിയ വെള്ളത്തിന്മീനെ, കടൽ മീനെ നടക്കുന്ന ഒരു യേശുവിനെ. എന്നാൽ അത് ഇളകി മറിയുന്ന മഹാസമുദ്രത്തിൽ അവൻ നോക്കിയപ്പോൾ അവൻ എന്ത് ചെയ്തു? മുങ്ങാൻ പോയി. നമുക്ക് വായിക്കാം മത്തായി സുവിശേഷം 14-ാം അധ്യായം 29-30 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാൽ. മത്തായി സുവിശേഷം 14-ാം അധ്യായം 29-30 വാക്യങ്ങൾ. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി. അവൻ എന്ത് ചെയ്തു? യേശു കർത്താവ് വെള്ളത്തിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് അവൻ പറഞ്ഞു, എനിക്ക് നിന്നോടൊപ്പം നടക്കണം. കർത്താവ് പറഞ്ഞു, നീ വരിക. പടകിൽ നിന്നവന് ഒരുവൻ ചെയ്യുന്നത് കണ്ടവൻ എടുത്തു ചാടുവാൻ അവൻ ആഗ്രഹം പ്രകടിച്ചു. അവൻ ആഗ്രഹത്തെ സാധ്യമാക്കാൻ യേശു കർത്താവ് എന്ത് ചെയ്തു? അവനോട് പറഞ്ഞു, നീ വരിക. അടുത്ത വാക്യം, പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ നോക്കിയേ. യേശു കർത്താവ് നടന്നതുപോലെ പത്രോസും വെള്ളത്തിന്മേൽ എന്ത് ചെയ്തു? നടന്നു. അടുത്ത വാക്യം, എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ചു മുങ്ങിത്തുടങ്ങുകയാ. അപ്പൊ നോക്ക, എവിടെ നടക്കാനാ അവൻ ആഗ്രഹിച്ചത്? എവിടേക്ക് നടക്കാനാ അവനെ കർത്താവ് വിളിച്ചത്? വെള്ളത്തിന്മേൽ നടക്കാൻ അവൻ ആഗ്രഹിച്ചു. യേശു നടന്നതുപോലെ നടപ്പാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ ഇളകി മറിയുന്ന തിരമാലകളും ആഞ്ഞടിക്കുന്ന കാറ്റുകളും കണ്ട് പത്രോസിന്റെ മനം എന്ത് ചെയ്തു? ഭയപ്പെട്ടു. പ്രിയരെ, അവന്റെ ഹൃദയം ചഞ്ചലപ്പെട്ടു. അവന്റെ വിശ്വാസം ചോർന്നു പോയി. പത്രോസ് എന്ത് ചെയ്തു? മുങ്ങിത്താഴാൻ പോയി. അപ്പൊ പത്രോസ് നിലവിളിക്കുന്ന നിലവിളിയാ. എന്താ ഇപ്പൊ വായിച്ച വാക്യം?
ഏറ്റവും അവസാനത്തെ ഭാഗം വായിക്കും. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അപ്പൊ നോക്കുക, ഈ അല്പവിശ്വാസികളുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഇങ്ങനെ അമ്മേ കാണുമ്പോ ഭയങ്കര തിളപ്പ, കാണുമ്പോ ഭയങ്കര ആവേശമാ, കാണുമ്പോ ഭയങ്കര തീവ്രത. എന്ന കാര്യത്തിലേക്ക് വരുമ്പോ പത്രോസിനെ പോലെയാ, മുങ്ങിത്താഴും. ആമേൻ. ഭയം നിറഞ്ഞ മുങ്ങിത്താഴും. അവൻ പറയാ, ഞാൻ ഇപ്പൊ മുങ്ങിച്ചാകും, നീ എന്നെ രക്ഷിക്കണമേ. യേശു കർത്താവ് കരം പിടിച്ചിട്ട് പറഞ്ഞു, അല്പവിശ്വാസിയെ. ആമേൻ. അല്പവിശ്വാസിയെ. ഇവിടെ പ്രായോഗികമായി നാം പറയുകയാണെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ശുശ്രൂഷയിലെ വെല്ലുവിളികൾ, ഇവയേക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇത്യാദി വിഷയങ്ങളിൽ ഞാനും നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? ഇത്യാദി വിഷയങ്ങളിൽ ഞാനും നിങ്ങൾ ചഞ്ചലപ്പെടുന്നുണ്ടോ? എന്നാൽ ഇതിനേക്കാൾ വലിയവനാണ് എന്റെ യേശു എന്ന് ഇന്ന് തിരുവചനത്തോടെ ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രശ്നങ്ങൾ നമുക്ക് വലുതല്ല. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികൾ നമുക്ക് വലുതല്ല, വെല്ലുവിളികൾ നമുക്ക് വലുതല്ല, രോഗങ്ങൾ നമുക്ക് വലുതല്ല, ബുദ്ധിമുട്ടുകൾ നമുക്ക് വലുതല്ല, സാമ്പത്തികമായ പ്രശ്നങ്ങൾ നമുക്ക് വലുതല്ല, നിന്റെ കുടുംബ പ്രശ്നം വലുതല്ല. ഇവയേക്കാൾ വലുത് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രിയ മാതാവേ, നീ ആമേൻ, ഇന്ന് പകൽ കർത്താവിനോട് വിശ്വാസത്തോടെ പറ, എന്റെ പ്രശ്നങ്ങളല്ല എനിക്ക് വലുത്, എന്റെ നേരെ നിൽക്കുന്ന വെല്ലുവിളികളല്ല എനിക്ക് വലുത്, കടഭാരമല്ല എനിക്ക് വലുത്, എന്റെ കുടുംബ പ്രശ്നമല്ല എനിക്ക് വലുത്, എന്നെ ഈ വിശ്വാസത്തിലേക്ക് വിളിച്ചിറക്കിയ എന്റെ കർത്താവാണ് എനിക്ക് വലുത്. ആമേൻ. പ്രശ്നങ്ങളെക്കാൾ വലുതല്ല, ആമേൻ, എന്റെ ദൈവമായി എനിക്ക് വലുത്. ആമേൻ. രണ്ടാമത്തെ ചിന്ത, ആമേൻ, ദാസൻ യജമാനെ നോക്കുന്നത് പോലെ ആമേൻ ദൈവത്തെ കാത്തിരിക്കണം. രണ്ടാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പൊ നോക്കുക, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും, ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്കും അവൻ ഞങ്ങളുടെ കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോ പുരാതന കാലത്ത് ദാസന്മാർ യജമാനന്മാരുടെ കൈകളെ എന്ത് ചെയ്തു? ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോ കൈകളുടെ ചലനങ്ങൾ നിർദ്ദേശം കൊടുക്കാറുണ്ട്. ആമേൻ. കൈകളുടെ ചലനങ്ങൾ സംരക്ഷണം നൽകാറുണ്ട്. കൈകളുടെ ചലനങ്ങൾ പ്രതിഫലം നൽകാറുണ്ട്. കൈകളുടെ ചലനങ്ങൾ സഹായം നൽകാറുണ്ട്. ഇവയെല്ലാം സൂചിപ്പിച്ചിരിക്കുന്നു. ആമേൻ. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ആത്മീക പാഠം. നാം ദൈവത്തിന് ദാസന്മാരാണ്. അവിടുത്തെ ഇഷ്ടം മനസ്സിലാക്കുവാൻ അവിടുത്തെ മുഖം നാം എന്ത് ചെയ്യണം? അന്വേഷിക്കണം. എത്ര പേർ ആ കർത്താവിന്റെ മുഖം അന്വേഷിക്കാറുണ്ട്? അവന്റെ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ഇന്ന് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ സഭയെ കൊണ്ടുപോകുന്നത്, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നത്, നമ്മുടെ ഇഷ്ടത്തിന്റെ എന്താ നമുക്ക് ആളാവാനും നമുക്ക് നേതൃത്വം കളിപ്പാനും നമ്മുടെ സ്ഥാനമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നത് നാം ദൈവത്തിന് ദാസന്മാരാ. അവിടുത്തെ ഇഷ്ടം മനസ്സിലാക്കി അവിടുത്തെ മുഖം അന്വേഷിക്കുവാനാ ദൈവം നമ്മെ നിന്നും ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഇന്ന് പ്രസംഗിക്കുമ്പോ ആമേൻ ശുശ്രൂഷകന്മാരും വിശ്വാസികളൊക്കെ നമ്മെ ദുഷിക്കും, ഇഷ്ടപ്പെടത്തില്ല, നമ്മെ പരിഹസിക്കും. പക്ഷേ ഉദാഹരണം പറഞ്ഞാൽ ദാവീദ് പല തീരുമാനങ്ങൾക്ക് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിച്ചു. ഇന്ന് പകലിൽ പ്രിയ സഭയെ, ദൈവജനമേ,
ഞാനും നീയും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിക്കണം. ആമേൻ. എന്നിട്ട് വേണം കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിപ്പാൻ. അവൻ ദൈവത്തിന്റെ സമയത്തിനായി നാം കാത്തിരിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? ആമേൻ. പ്രാർത്ഥനയ്ക്ക് ഉടൻ ഉത്തരം ലഭിക്കാത്തപ്പോൾ നാം നിരാശപ്പെടാറുണ്ടോ? എന്നാൽ ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവം സംസാരിക്കുന്നവരെ കാത്തിരിക്കുകയാണ്. ദൈവം വഴി തുറക്കുന്നവരോട് വിശ്വസ്തനായിരിക്കുക. ഇന്ന് പകൽ കർത്താവാണ് കർത്താവേ, നീ എന്നോടൊന്ന് സംസാരിക്കണമേ. ആമേൻ. നിന്റെ വഴിക്കാൻ ഞാൻ കാത്തിരിക്കുക. ഞാൻ സഞ്ചരിക്കുന്ന വഴിയാത്രയിൽ നീ എനിക്കായി ഒന്ന് കാത്തിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് ഒന്ന് അടുത്തു വരികയോ. 3, കരുണയ്ക്കായി നിരന്തരമായി എന്ത് ചെയ്യണം? നമ്മൾ അപേക്ഷിക്കണം. ആമേൻ. 3-ാം വാക്യം, യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ. ഞങ്ങൾ നിന്ന സഹിച്ചു മടുത്തിരിക്കുന്നു. സുഖ്യന്മാരുടെ പരിഹാസം. അവിടെ നിൽക്കട്ടെ. അപ്പോ യഹോവേ ഞങ്ങളോട് എന്ത് ചെയ്യണം? കരുണ കാണിക്കണമേ. 2 തവണ കരുണ എന്ത് ചെയ്യുന്നു? ചോദിക്കുന്നുണ്ട്. ഇത് അത്യാവശ്യതയും ആത്മാർത്ഥതയും കാണിക്കും. എന്തുകൊണ്ട് കരുണ വേണം? നമുക്ക് ആവശ്യമുള്ളത് ശക്തി മാത്രമല്ല, സമ്പത്ത് മാത്രമല്ല, അനുഗ്രഹം മാത്രമല്ല. ആദ്യം വേണ്ടത് ദൈവത്തിന്റെ കരുണയാണ്. ആമേൻ. പ്രിയ ആന്റി, പ്രിയ അച്ചായ, പ്രിയ സഹോദര, പ്രിയ മാതാവേ, പിതാവേ, കുഞ്ഞേ, നമുക്ക് ആദ്യം വേണ്ടത് ശക്തിയല്ല. നീ ഹോർലിക്സും ബൂസ്റ്റും മോർണിറ്റയും കഴിച്ചിട്ട് ലഭിക്കുന്ന ശക്തിയല്ല നിനക്ക് വേണ്ടത്. സഹോദര, കുഴിമന്തി കഴിച്ചിട്ടുള്ള ശക്തിയല്ല നിനക്ക് വേണ്ടത്. ആമേൻ. നിനക്ക് വേണ്ട ശക്തി ഉയരത്തിലെ ശക്തിയാ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. നിനക്ക് സമ്പത്തല്ല വേണ്ടത്, എല്ലാം വെട്ടിപ്പിടിപ്പാനുള്ള ആമേൻ സമ്പത്തല്ല നിനക്ക് വേണ്ടത്. ബെൻസും BMW മോഡിയും പോർഷയും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലെ ഓഹരിയും അല്ല നിനക്ക് വേണ്ടത്. ഈ അനുഗ്രഹമല്ല നിനക്ക് വേണ്ടത്. ആദ്യം വേണ്ടത് ദൈവത്തിന്റെ കരുണയാണ്. ബൈബിളിൽ ഞാൻ ഉദാഹരണം പറയാം. അന്ധനായ ബർത്താമിയായെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ബർത്തിമായി, ദാവീദിന്റെ പുത്രനായ എന്നോട് കരുണയുണ്ടാകണമെന്ന് നിലവിളിച്ചു. ഈ ബർത്തിമായി കരുണ ലഭിച്ചപ്പോൾ അവൻ എന്ത് ലഭിച്ചു? കാഴ്ച ലഭിച്ചു. നികുതി വിളിക്കുന്നവനായ അവൻ പറയുകയാണ്, എന്താ ദൈവമേ, ഭാര്യ എന്നോട് കരുണയുണ്ടാകണമേ. അവൻ നീതീകരിക്കപ്പെട്ടു. പ്രയോഗം ഞാൻ ഇപ്രകാരം പറയുകയാണ്, നമ്മുടെ വിജയങ്ങൾ കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ടാണ് ഇന്നും നാം നിലനിൽക്കുന്നത്. ഹലോ പ്രിയ ജെയിംസ് ജാ, ഹൃദയത്തോട് കൈവച്ചിട്ട് പറ, ആമേൻ, ഞാൻ ഇത്രത്തോളം വന്നത്, ആമേൻ, ഞാൻ ഇത്രത്തോളം വന്നത് എൻ്റെ വിജയം കൊണ്ടല്ല, എൻ്റെ ബിസിനസ് കൊണ്ടല്ല, എൻ്റെ സഞ്ചരിച്ച പാതയിലെ മികവ് കൊണ്ടല്ല, എൻ്റെ പൂർവിക സ്വത്ത് കൊണ്ടല്ല. എനിക്ക് കരുണ ലഭിച്ചത് ആമേൻ എന്തുകൊണ്ടാ? ആമേൻ, അവൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ വിജയങ്ങൾ കൊണ്ടല്ല നമുക്ക് കരുണ ലഭിച്ചത്. പകൽ ദൈവത്തെ മറന്നു ജീവിക്കാൻ പാടില്ല. റിയാലി സമമേ, ദൈവത്തെ മറന്നു ജീവിക്കാൻ പാടില്ല. പ്രിയ ശില്പ സഹോദരിയെ, ദൈവത്തെ മറന്നു ജീവിക്കാൻ പാടില്ല. ഹല്ലേലൂയ. അപ്പോ നാം ഇന്ന് ചിന്തിക്കേണ്ടത്, ദൈവത്തിന്റെ കരുണ കൊണ്ടാണ് ഇന്ന് നാം നിലനിൽക്കുന്നത്. നമ്മേക്കാൾ സമ്പത്തുള്ളവർ, നമ്മേക്കാൾ ആരോഗ്യമുള്ളവർ, നമ്മേക്കാൾ കുടുംബ പശ്ചാത്തലമുള്ളവർ ഇന്ന് സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ല, സന്തോഷമില്ലാതെ, ദുഃഖത്തിന്റെ ഭാരം പേർ ജീവിക്കുമ്പോ, ആമേൻ, മരണത്തിന്റെ നിലവിളി കേൾക്കുമ്പോ, ഇന്ന് പകൽ ഞാൻ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന പ്രിയ സഹോദര,
ദൈവം നമ്മോട് ഇന്ന് പകൽ കരുണ കാണിച്ചത് കൊണ്ട്. പ്രിയരുടെ, ദൈവം നമ്മോട് കരുണ കാണിച്ചത് കൊണ്ട്. ഇന്ന് പകൽ എന്നോട് കർത്താവ് കരുണ കാണിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഈശ്വരോ, അതുകൊണ്ട് ആമേൻ. അന്ധനായ ഭർത്തിമായി പറഞ്ഞത്, ദാവീദ് പുത്ര എന്നോട് കരുണ. ഇന്ന് പകൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈശ്വരോ, നമ്മുടെ പ്രാർത്ഥനകളിൽ അങ്ങനെ ഒന്ന് ഉൾപ്പെടുത്താമോ? ഇപ്പോഴും നമ്മൾ പറയും നമ്മുടെ തലമുറ അനുഗ്രഹിക്കണം, നമ്മുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കണമേ, നമ്മുടെ കടഭാരം മാറണേ, എൻ്റെ രോഗം മാറണമേ, എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകൂടി മാറണമേ, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. കൃത്യമായി പ്രാർത്ഥിച്ചതുപോലെ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. ഈശ്വരോ, നമ്മളെന്ത് പ്രാർത്ഥിക്കും? ഈശ്വരോ, 4-ാം വാക്യം. അപ്പൊ നോക്കുക, അവിടെ മനുഷ്യരുടെ അവഹേളനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് പകലിൽ ഈ വചനം വായിക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയത്തിലേക്ക് വന്നത്, മനുഷ്യരുടെ അവഹേളനേക്കാൾ ദൈവത്തിന്റെ അംഗീകാരമാണ് വലുത്. ഹലോ, മനസ്സിലായോ? പ്രിയൻ ശില്പിയോടും അരുണിനോടും പറയാനുള്ളത്, മനുഷ്യർ നിങ്ങളെ അവഹേളിച്ചാൽ ദൈവം നിങ്ങളെ അംഗീകരിച്ച് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് അപ്പോ ഞങ്ങളുടെ ആത്മാവ് അവഹേളനത്താൽ നിറഞ്ഞിരിക്കുന്നു. ദൈവജനങ്ങൾ പരിഹാസവും നിന്ദയും അവൻ അനുഭവിച്ചിരിക്കുന്നു. ദൈവത്തെ അറിഞ്ഞതൊരു പരിഹാസമായി മാറും. ഞാന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോ ഒരുപാട് പരിഹാസം ഞാനും കേട്ടതാ. ഇവൻ പാസ്റ്റർ, ഇവൻ എന്നാ മാസ്റ്ററായ? പ്രിയരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് ദൈവത്തിന്റെ കരുണയാണ്, യോഗ്യതയില്ലാത്ത നമ്മെ അമേ നാം വല്ലതും കൊടുത്തിട്ടാണ്? അബാപിതാവേ എന്ന് പറഞ്ഞ കർത്താവിന്റെ കാലത്ത് വീണപ്പോൾ അവൻ നമ്മെ തോന്നി. അതാണ് ഇന്ന് പകൽ ഞാൻ ഇന്ന് നിൽക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ എന്താ പറയുന്ന അവഹേളനേക്കാൾ ദൈവത്തിന്റെ അംഗീകാരമാണ് നമുക്ക് വേണ്ടത്. അതുണ്ടോ നീ ലോകത്തിൽ ശ്രേഷ്ഠനായിട്ട്? അപ്പൊ ദൈവ ജനങ്ങൾ പരിഹാസവും നിന്നെ എന്ത് ചെയ്യും? അനുഭവിച്ചിരിക്കും. ഇന്നത്തെ സാഹചര്യങ്ങൾ, വിശ്വാസത്തിന്റെ പേരിൽ നാം പരിഹാസം ഏൽക്കപ്പെടും. ശബ്ദത്തിന് വേണ്ടി നിൽക്കുമ്പോൾ വിമർശനം നാം ഏൽക്കപ്പെടും. ക്രിസ്തീയ മൂല്യങ്ങൾ പാലിക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും. ഞാൻ അതിന് ബൈബിളിലെ 2-3 ഉദാഹരണങ്ങൾ പറയാം. യോസേഫ് അവഹേളിക്കപ്പെട്ടു, ദാവീദ് നിരസരിക്കപ്പെട്ടു, യേശു ക്രിസ്തു തന്നെ പരിഹസിക്കപ്പെട്ടു. നിങ്ങൾ പറ, ഇതിന് വല്ല എന്ത് ഉദാഹരണം വേണ്ടേ? എന്നാൽ ദൈവം അവരെ ഉയർത്തി. ഇന്ന് പകൽ ക്രിസ്തുവിന്റെ നാമനിമിത്തം നിങ്ങൾ പരിഹസിക്കപ്പെട്ടോ, നിന്ദിതനായി തീർന്നിട്ടുണ്ടോ, അപമാനമേറ്റിട്ടുണ്ടോ, നിന്നെ ആരെങ്കിലും ദൂഷിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽ ഈ വചനത്തിൽ മുമ്പ് അങ്ങനെ എന്നോട് പറയുന്നു, അവൻ ദൈവം നിങ്ങളെ ഉയർത്തും. ദൈവം നിങ്ങളെ ഉയർത്തും. ഞാൻ വിശ്വസിക്കുക. പരിഹാസത്തിന് നിറകുടമായിരുന്നു ഞാൻ, നിന്ദയുടെ നിറകുടമായിരുന്നു ഞാൻ വിശ്വസിക്കും. എന്നെ കർത്താവ് ഉയർത്തും. എന്നെ ദൈവം ഉയർത്തും. അവൻ പരിഹാസികളെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ വണ്ണം ദൈവം എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നുവെങ്കിൽ അവൻ എന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാണ്, ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകണം. അപ്പോ
മനുഷ്യർ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ദൈവം നിങ്ങളെ സ്വീകരിക്കും. ഞാൻ പറയുന്ന ഈ ലോകത്തിൽ മനുഷ്യൻ തള്ളണം. ഹല്ലേലൂയ. മനുഷ്യൻ നമ്മളെ തള്ളണം, മനുഷ്യൻ നമ്മെ പരിഹസിക്കണം, മനുഷ്യൻ നമ്മെ ദൂഷിക്കണം, എങ്കിലും എന്തുണ്ടാവത്തുള്ളൂ? ദൈവം നമ്മളെ എന്ത് ചെയ്യത്തുള്ളൂ? സ്വീകരിക്കും. മാനുഷിക ബന്ധങ്ങൾ ഒലയണമെന്ന്, എങ്കിലേ ദൈവത്തിന്റെ കരുണ നാം അനുഭവിക്കുകയുള്ളൂ. മനുഷ്യനെ ആശ്രയിക്കുന്നേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ല ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത്. അതെ, കഴിഞ്ഞ ദിവസം ഞാൻ സാമാധ്യ പാസ്റ്ററിന്റെ ഒരു വീഡിയോ ക്ലിപ്പ്, ഒരു മെസ്സേജിന്റെ ഒരു ചെറിയൊരു കട്ടിംഗ് ക്ലിപ്പ് കേട്ടു. നിന്റെ അച്ചാച്ചനല്ല നിനക്ക് സപ്പോർട്ട് തരുന്നത്. മനസ്സിലോ? എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും. ഹല്ലേലൂയ. ഒരമ്മാമയല്ല നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഉയരത്തിൽ നിന്നെ വിളിച്ചിറക്കി യേശു കർത്താവ് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. പ്രൈസലോ. കുടുംബമല്ല നിങ്ങളെ വിളിച്ചിറക്കിയത്. നിങ്ങളെ വിളിച്ചിറക്കിയത് കാൽവരിയുടെ കുലത്തലത്തിൽ മാനകുലത്തിന്റെ പാപത്തിൽ പരിഹാരമായി എന്ന മലയിടുക്കിൽ യാഗമായി തീർന്ന ആ യേശു കർത്താവാണ് നിങ്ങളെ വിളിച്ചിറക്കിയത്. അതുകൊണ്ട് പുറകോട്ടൊന്നും ചിന്തിക്കരുത്, മുന്നോട്ടോട്. ആമേൻ. പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്, മുന്നോട്ടോട്. പ്രിയ ബ്രദറെ, പ്രിയ ശില്പ സഹോദരിയെ, നിന്നെ വിളിച്ചിറക്കിയ സാമ്പാസ കുടുംബമല്ല, നിന്നെ വിളിച്ചിറക്കിയത് ഉയരത്തിൽ വസിക്കുന്ന ജീവനുള്ള കർത്താവ്. നീ വിശ്വസിക്ക, നീ താഴ്ച ഏൽപ്പിക്ക, നീ സമർപ്പിക്ക. ആ കർത്താവ് നിന്നെ എന്ത് ചെയ്യും? വഴി നടത്തുമാറാക്കും. അപ്പോ ഞാനിവിടെ അവസാനിപ്പിക്കുക. സങ്കീർത്തനം 123 നമ്മെ പഠിപ്പിക്കുന്ന 4 സത്യങ്ങൾ ഞാൻ ഇവിടെ വിളിച്ചു പറയാം. കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തുക, ദാസനെ പോലെ ദൈവത്തിന്റെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുക, കരുണയ്ക്കായി ആത്മാർത്ഥതയ്ക്കായി പ്രാർത്ഥിക്കുക, മനുഷ്യരുടെ നിന്നേക്കാൾ ദൈവത്തിന്റെ അംഗീകാരത്തെ വിലമതിക്കുക. ആമേൻ. ഈ 4 സത്യങ്ങൾ നാം പഠിച്ചാൽ, ഇവിടെ പറയുന്നു, നിങ്ങൾ നിരാശയിലാണോ? നിങ്ങളെ അവഹേളനം നേടുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കാത്തിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തുക. ആമേൻ. ഓർമ്മിക്കേണ്ട വാക്യം സങ്കീർത്തനം 123:1. സ്വർഗത്തിൽ വസിക്കുന്നവയുള്ളവേ, ഞാൻ നിങ്ങളിലേക്ക് എന്റെ കണ്ണുകൾ നിങ്ങളിലേക്ക് ദൈവം ഉയർത്തുന്നു. ഇതാണ് ഓർമ്മിക്കേണ്ട വാക്യം. ആമേൻ. ഈ ആഴ്ച ഓർമ്മിക്കേണ്ട വാക്യം ഇതാ. ആമേൻ. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവരെ, ഞാൻ എന്റെ കണ്ണുകളെ നിങ്ങളിലേക്ക് ഉയർത്തുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിലേക്ക് കണ്ണുയർത്തുന്നു. ആമേൻ. അവഹേളനങ്ങൾ മാറും, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും, നിന്റെ നിരാശയ്ക്ക് ഉത്തരമുണ്ട്. ആമേൻ. ദൈവത്തിലേക്ക് കണ്ണുയർത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച്. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ കണ്ണുകൾ മനുഷ്യരിൽ നിന്നും മാറ്റി നിന്നിലേക്ക് ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കരുണ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ. അവഹേളനക്കിടയിലും വിശ്വസ്തനായി നിലകൊള്ളുവാൻ കൃപ നൽകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കണ്ണുകളെ ഉയർത്തി, നമ്മുടെ കരങ്ങളെ ഉയർത്തി, നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ഞാൻ ഇന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ 123 സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്ന പാഠം 4 സത്യങ്ങൾ. കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തുക. പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ പൈതങ്ങളെ, ആമേൻ. നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തണം. ആമേൻ. കണ്ണുകൾ ഉയർത്തി നാം പാടണം. ഒരു ദാസനെ പോലെ ദൈവത്തിന്റെ നിർദ്ദേശത്തിനായി നാം കാത്തിരിക്കണം. കരുണയ്ക്കായി ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം. മനുഷ്യരുടെ നിന്നേക്കാൾ
ദൈവത്തിൻ്റെ അംഗീകാരത്തെ നാം എന്ത് ചെയ്യണം? വിലമതിക്കണം. നിങ്ങൾക്ക് റോഡിൽ നിന്നൊരു സ്വർണം ലഭിച്ചാൽ നിങ്ങളത് ഓടിപ്പോയി എടുക്കും. ഒരു 500 നോട്ട് കിടന്നാൽ നിങ്ങൾ ഓടിപ്പോയി, അത് വിലയുള്ളതാണ് എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ അംഗീകാരം അതിനേക്കാൾ വിലയുണ്ട് എന്ന ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അംഗീകരിച്ച് അത് ഏറ്റെടുത്ത് ആ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തയ്യാറാകട്ടെ. ഈ മീറ്റിംഗ് കടന്നു വന്ന പ്രിയ ജെയിംസ് ചാനെ, ആലിസ മാമി, പ്രിയ ശില്പ സഹോദരി അരുൺ ബന്ധത്തെ കുടുംബത്തെ ദൈവം ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉപവാസ പ്രാർത്ഥനയുടെ 14ാമത്തെ ദിവസമാണെന്ന്. വരും ദിവസങ്ങളിൽ ആമേൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഇടപെടണം, ദേശം വിടുവിക്കപ്പെടണം, ആത്മാക്കൾ കടന്നു വരണം. അതിനായി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വളരെ ശ്രമിച്ച നിങ്ങളുടെ എല്ലാവരോടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.